ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് MCO 2.1-ൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ദ ഫേം, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസിഷൻസ്. സോ ഇതിൽ എന്താണ് ബേസിക് ഒബ്ജക്റ്റീവ്, ഒരു ഫേമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഗോൾ എന്താണ്? ഒന്നാമത്തെ ഗോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. രണ്ട്, വാല്യൂ മാക്സിമൈസേഷൻ, ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ ഓർ മാർക്കറ്റ് ഡോമിനൻസ്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസേൺസ്, പ്രോഫിറ്റ് സാറ്റിസ്ഫാക്ഷൻ. സോ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. Usually in economics we assume firms are concerned with maximizing profit. സാധാരണ നമ്മളുടെ എക്കണോമിക്സിൽ നമ്മളുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മളൊരു ഫേം അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, എത്രത്തോളം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം പ്രോഫിറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഒരു ഹൈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷനിലോട്ട് എത്തുക എന്നുള്ളതാണ്. ഹയർ ഡിവിഡൻഡ് ഫോർ ഷെയർ ഹോൾഡേഴ്സിന് നല്ല ഡിവിഡൻഡ് കിട്ടുക. മോർ പ്രോഫിറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫിനാൻസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫിനാൻസ് റിസർച്ച് ചെയ്യാനും ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. ഹയർ പ്രോഫിറ്റ് മേക്സ് ദ ഫേം ലെസ് വൾണറബിൾ ടു ടേക്ക് ഓവർ. ഹയർ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് ടേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ഹയർ പ്രോഫിറ്റ് ഇനേബിൾസ് ഹയർ സാലറീസ് ഫോർ വർക്കേഴ്സിന് നല്ല സാലറി കൊടുക്കാനും ഹയർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പറ്റും. സോ പ്രോഫിറ്റ് മാക്സിമൈസേഷന് ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഫേമിലുണ്ടെങ്കിൽ ആ ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേംസ് ഓഫൺ സീക്ക് ടു ഇൻക്രീസ് ദയർ മാർക്കറ്റ് ഷെയർ ഈവൻ ഇഫ് മീൻസ് ലെസ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു ഫേമിൻ്റെ വാല്യൂ കൂട്ടുക, മാർക്കറ്റ് ഷെയറിൽ അതിൻ്റെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ് വാല്യൂ മാക്സിമൈസേഷൻ്റെത് വരുന്നത്. ദിസ് കുഡ് ഹെൽപ്പ് ദം ഇൻ ലോങ് റൺ. അത് എന്തിന് ഹെൽപ്പ് ചെയ്യും? ബിസിനസ് ലോങ് റണ്ണിന് ഹെൽപ്പ് ചെയ്യും. കാര്യം മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് റണ്ണായി പോകും. വാല്യൂ മാക്സിമൈസേഷൻ ഹെൽപ്സ് ഫേം ഇൻ ഫോളോയിങ് വേസ്. വാല്യൂ മാക്സിമൈസേഷന് ഒരു ഓർഗനൈസേഷൻ ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പോയിൻ്റായിട്ട് പറയുന്നത്. ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ ഇൻക്രീസസ് മൊണോപ്പൊളി പവർ ആൻഡ് മേ ഇനേബിൾ ദ ഫേം ടു റൈസ് പ്രൈസസ് ആൻഡ് മോർ പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ. അതായത് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊണോപ്പൊളി പവർ കിട്ടും. കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഫേമിനായിരിക്കും അവിടെ കൂടുതൽ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ മൊണോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ആൾ ഒരു കോമ്പറ്റീറ്റീവ്സ് ആയി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി എടുത്ത് നിൽക്കും. മൊണോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കായി നിൽക്കുക, എടുത്ത് നിൽക്കുക എന്നൊക്കെ പറയും. സോ ആ ഒരു മൊണോപ്പൊളി പവർ അവർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പവർ കിട്ടുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു വാല്യൂ കിട്ടുകയും ഒരു ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ കിട്ടുകയും അതിൻ്റെ പ്രൈസ് റൈസ് ചെയ്യാനും ലോങ് റണ്ണിലോട്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും പറ്റും. പിന്നെ മാനേജേഴ്സ് പ്രിഫർ ടു വർക്ക് ഫോർ ബിഗ്ഗർ കമ്പനീസ് ആസ് ഇറ്റ് ലീഡ്സ് ഗ്രേറ്റർ പ്രസ്റ്റീജ് ആൻഡ് ഹയർ സാലറീസ്. മാനേജേഴ്സ് ബിഗ്ഗറായിട്ടുള്ള കമ്പനീസാണ് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ ഉണ്ടെങ്കിൽ അവ ഒരു ബിഗ്ഗറായിട്ടുള്ള കമ്പനിയാണത്. അപ്പോൾ അത് ഗ്രേറ്റർ ആയിട്ടുള്ള പ്രസ്റ്റീജിനും അതേപോലെ ഹയർ ആയിട്ടുള്ള സാലറീസൊക്കെ കമ്പനീസിലോട്ട് കൊണ്ടുവരും. ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ മേ ഹെൽപ്പ് ടു ഫേസ് കോമ്പറ്റീഷൻ. അതായത് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ഗ്രോത്ത് മാക്സിമൈസേഷൻ ആണ്. ഗ്രോത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ സിമിലിയർ ടു സെയിൽസ് മാക്സിമൈസേഷൻ. സെയിൽസ് മാക്സിമൈസേഷൻ്റെ പോലെ തന്നെയാണ് ഗ്രോത്ത് മാക്സിമൈസേഷൻ വരുന്നത്. ആൻഡ് മേ ഇൻവോൾവ് mergers and takeovers. With this objective, the firm may be willing to make lower level of profit in order to increase in size and gain more market share. ഗ്രോത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മളുടെ ഒരു ഫേമിൻ്റെ ലോവർ ലെവലിൽ നിന്നും പ്രോഫിറ്റിലോട്ട് ഇൻക്രീസ് ചെയ്യും, ഓർഗനൈസേഷൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും മാർക്കറ്റ് ഷെയർ കൂടുതലായിട്ട് ഏൺ ചെയ്യാനും ഗ്രോത്ത് മാക്സിമൈസേഷനിലൂടെ പറ്റും. അപ്പോൾ ഒരു മാർക്കറ്റ് ഇൻക്രീസസ് ഇറ്റ്സ് മൊണോപ്പൊളി പവർ ആൻഡ് എബിലിറ്റി ടു ബി പ്രൈസ് സെറ്റർ. അതായത് നമ്മളുടെ ഇപ്പോൾ സെയിൽസ് മാക്സിമൈസേഷൻ എന്നുള്ളത് തന്നെയാണ് ഗ്രോത്ത് മാക്സിമൈസേഷൻ വരുന്നത്. ഇപ്പോൾ സെയിൽസ് മാക്സിമം ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, പ്രോഫിറ്റിൻ്റെ വാല്യൂ കൂടും, മാർക്കറ്റ് വാല്യൂ കൂടും, പ്രോഫിറ്റിൻ്റെ ഓർഡർ ഇൻക്രീസ് ആവും, മാർക്കറ്റ് ഷെയർ കൂടുതൽ ഗെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ മൊണോപ്പൊളി പവർ കൂട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആവും. സോ ഇതാണ് അടുത്തൊരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് വരുന്നത്, ഗ്രോത്ത് മാക്സിമൈസേഷൻ ഓർ സെയിൽസ് മാക്സിമൈസേഷൻ. നമ്മൾ സെയിൽസ് മാക്സിമൈസേഷന് നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി, അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു പോയിൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. അടുത്തത് ലോങ് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഒരു ഒബ്ജക്റ്റീവ്, ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവാണ് ലോങ് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ലോങ് റണ്ണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ബിസിനസ് പ്രോഫിറ്റിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അല്ലാതെ ഒരിക്കലും നഷ്ടത്തിൽ ലോങ് റണ്ണിൽ ഒരു ബിസിനസ്സിന് പോകാനായിട്ട് പറ്റില്ല. സോ ഫേംസ് സാക്രിഫൈസ് പ്രോഫിറ്റ് ഷോർട്ട് റൺ ഇൻക്രീസ് പ്രോഫിറ്റ്സ് ഇൻ ലോങ് റണ്ണ്. ലോങ് റണ്ണ് ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് പറ്റുക. അതായത് കൂടുതൽ കാലം ഒരു ഓർഗനൈസേഷൻ നിലനിന്നിട്ടുണ്ടെങ്കിലാണ് ആൾക്കാർക്ക് ട്രസ്റ്റ് ഉണ്ടാവുക. By investing heavily in new capacity, firms make loss in the short run but enable to higher profits in future. അപ്പോൾ ചെറിയ കാലയളവിൽ ലോസ് നേരിട്ടാലും കൂടുതൽ ക്യാപിറ്റൽ ഇറക്കിയാൽ ചില ഫേംസ് ഫ്യൂച്ചറിൽ ഹയർ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് സോഷ്യൽ എൻവിറോൺമെൻറ്റ് കൺസേൺസ് ആണ്. The firm may incur extra expense to choose product which don't harm the environment or product not tested or on animals. അതായത് സൊസൈറ്റിക്ക് ഹാംഫുൾ അല്ലാത്ത, എൻവിറോൺമെൻറ്റിന് ഹാംഫുൾ അല്ലാത്ത പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോക്കൽ കമ്മ്യൂണിറ്റീനെ, അതേപോലെ തന്നെ ചാരിറ്റബിൾ കൺസേൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യലി എൻവിറോൺമെൻ്റലി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ അടുത്തതായിട്ടുള്ള ഒബ്ജക്റ്റീവ് വരുന്നത്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും എൻവിറോൺമെൻറ്റിനെ ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ബിസിനസ് മുന്നോട്ട് പോകേണ്ടത്. ഇനി അടുത്തതായിട്ട് സം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്, ഒന്ന് ദ ഇക്യൂ മാർജിനൽ പ്രിൻസിപ്പിൾ, രണ്ട് ദ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, തേർഡ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ, അടുത്തത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇതാണ് നമ്മളുടെ പ്രിൻസിപ്പിൾസ് വരുന്നത്. സോ ഞാൻ വേറൊരു പ്രസൻറ്റേഷൻ ആക്കിയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇക്യൂ മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് പ്രിൻസിപ്പിൾ ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദ ബെസ്റ്റ് യൂസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് കൊണ്ട് എങ്ങനെയാണ് ബെസ്റ്റ് യൂസ് ഒരു റിസോഴ്സ് കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലൈക്ക് മണി, ടൈം, മെറ്റീരിയൽ, ഇങ്ങനെയുള്ള റിസോഴ്സസ് കൊണ്ട് എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള യൂസ് ഉണ്ടാക്കുക. സോ ദാറ്റ് വി ഗെറ്റ് മാക്സിമം ബെനിഫിറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതിലൂടെ നമുക്ക് മാക്സിമം ബെനിഫിറ്റും സാറ്റിസ്ഫാക്ഷനും കിട്ടും. സോ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷന്, അതേപോലെ തന്നെ എങ്ങനെ എക്കണോമിക്സ് മാനേജ് ചെയ്യാം, സാമ്പത്തികമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ തന്നെ. സോ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇക്യൂ മാർജിനൽ പ്രിൻസിപ്പിൾ, ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെത് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ 100 ആണ് ബഡ്ജറ്റായിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് കൊണ്ട് 2 സാധനങ്ങളിൽ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ
ഈ ഒരു മണി നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരേ സമയം യൂസ് ചെയ്യാം. അപ്പോൾ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുക. ഒരു സാധനം വാങ്ങാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഫീസ്, ഈ ഒരു ബഡ്ജറ്റ് നമ്മൾ രണ്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. സ്പെൻഡ് ഈച്ച് ഐറ്റം ഗിവ്സ് യു ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ദിസ് വേ യു ക്യാൻ ഗെറ്റ് മാക്സിമം ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫ്രം യുവർ സ്പെൻഡിങ്സ്. അപ്പോൾ 100 രൂപക്ക് നമ്മൾ ഒരു സാധനം വാങ്ങാൻ വിചാരിക്കുന്ന ആ ഒരു ബഡ്ജറ്റ് നമ്മളെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രണ്ട് സാധനം മേടിച്ചു. സോ മാക്സിമം ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഫോർ സ്പെൻഡിങ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇമാജിൻ ബൈയിങ് 2 items, ഇപ്പോൾ 2 items വാങ്ങുകയാണെന്ന് വെക്കുക. 1 രൂപ നമ്മൾ 10 യൂണിറ്റ് 1 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 10 യൂണിറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇനി 1 രൂപ നമ്മൾ ബി വാങ്ങാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ അതിന് 5 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. then you are getting more benefit from item A, you should spend more item in item A. അതായത് എ വാങ്ങുന്ന സമയത്താണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ എ വാങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ മണി സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് you buy more item A, the satisfaction decreases eventually. It become equal satisfaction from item B. അപ്പോൾ കൂടുതൽ സാധനം നമ്മൾ എ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഡിക്രീസ് ആവുകയും ബീൻ്റെ അതേ സാറ്റിസ്ഫാക്ഷൻ ലെവലിലോട്ട് എത്തുകയും ചെയ്യും. when the satisfaction marginal utility for both item become equal, stop there. The best way to spend your money. അപ്പോൾ രണ്ടും ഈക്വലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ് നമ്മൾ വാങ്ങേണ്ടത്. രണ്ടും ഈക്വലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് സ്പെൻഡ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഇതിന് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന പേര് വരാനായിട്ട് കാരണം. ഇനി എക്കണോമിക്സിൻ്റെ, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിളാണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ. അപ്പം ഈ എക്കണോമിക്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേബർ, മെഷീൻ, ക്യാപിറ്റൽ അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പ്രൊഡക്ട്സ് ഇങ്ങനെയുള്ള റിസോഴ്സൊക്കെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് ടു ഗോൾ മേക്ക് ഷുവർ എവറി റുപ്പി റിസോഴ്സസ് യൂസ്ഡ് ഗിവർ ഈക്വൽ റിട്ടേൺ ഓർ ബെനിഫിറ്റ്. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള റിട്ടേണും ബെനിഫിറ്റും കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ലേബറും മെഷീനും ഒക്കെ ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ വരുന്നത് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഫ്യൂച്ചർ മണി ഈസ് വർത്ത് ലെസ് ദാൻ ടുഡേ. അതായത് ഇന്നത്തെ 1000 രൂപയുടെ വിലയില്ല, നാളത്തെ 1000 രൂപയുടെ വാല്യൂ എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ മണി, ഫ്യൂച്ചറിലുള്ള 1000 രൂപയേക്കാളും ഇന്നത്തെ 1000 രൂപ വർത്ത് കുറവാണ്. യൂസ് കാൽക്കുലേറ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഇപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂ എത്ര ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മണി ടുഡേ ഈസ് മോർ വാല്യൂബിൾ ദാൻ സെയിം മണി ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചറിലുള്ള മണീനേക്കാളും മണി ടുഡേ ഈസ് മോർ വാല്യൂബിൾ ദാൻ സെയിം മണി ഇൻ ഫ്യൂച്ചർ. അതായത് നേരത്തെ പറഞ്ഞത് മാറിപ്പോയതാണ്. ഇന്നത്തെ 1000 രൂപക്കാണ് നാളത്തെ 1000 രൂപേനേക്കാളും വാല്യൂ ഉള്ളത് എന്നുള്ളതാണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം മണി ലോസസ് വാല്യൂ ഓവർ ടൈം ഡ്യൂ ടു ഇൻഫ്ലേഷൻ ആൻഡ് അൺസർട്ടനിറ്റി. ഇൻഫ്ലേഷനും അൺസർട്ടനിറ്റിയും കാരണം, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോവുക എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മണീൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്.
അതായത് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ടല്ലോ, പണ്ടൊക്കെ 50 രൂപയ്ക്ക് കുറേ സാധനങ്ങൾ കിട്ടുമായിരുന്നു. അന്നത്തെ 2000 രൂപയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു വിലയുണ്ട്. അതായത് അന്നത്തെ ലാൻഡിന് എത്രയാണ് പൈസ, അന്നത്തെ ഗോൾഡിന് എത്രയുള്ളൂ പൈസ. അപ്പോൾ അത്രയും ക്യാഷ് കൊണ്ട് അവർക്ക് അത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അത്രയും കാര്യങ്ങൾ നടക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ആ ഒരു വാല്യൂക്ക് നമുക്കൊന്നും നേടാനായിട്ടില്ല. അപ്പം വാല്യൂ ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യു ക്യാൻ യൂസ് ടുഡേയ്സ് മണി ടു ഇൻവെസ്റ്റ് ഓർ ഏൺ ഇൻട്രസ്റ്റ്, ബട്ട് ഫ്യൂച്ചർ മണി കനോട്ട് ഡു ദാറ്റ് നൗ. അതായത് ഇന്നത്തെ മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ബട്ട് ഫ്യൂച്ചർ മണി കനോട്ട് ഡു ദാറ്റ് നൗ. ഫ്യൂച്ചറിൽ നമുക്ക് ആ മണി കൊണ്ട് എന്താണ് അത്രയും വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ 100 രൂപ നമുക്ക് വാല്യുബിൾ ആണ്. നാളെ നമുക്ക് കിട്ടുന്ന 100 രൂപേനേക്കാളും അടുത്ത ഒരു 1 ഇയറിൽ കിട്ടുന്ന 100 രൂപേനേക്കാളും എന്നുള്ളതാണ് കാര്യം. ഇന്ന് നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമുക്ക് 110 രൂപയായിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ 100 രൂപേൻ്റെ വാല്യൂ ആയിരിക്കും ചിലപ്പോൾ അടുത്ത വർഷം നമുക്ക് 110 രൂപയായിരിക്കും ഈ 100 രൂപേൻ്റെ വാല്യൂ ആയിട്ട് ഉണ്ടാവാം. ഇനി അടുത്തതായിട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഇതിൻ്റെ പേരാണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാട്ടോ ഇതിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ പേര്. ഇനി അടുത്ത പ്രിൻസിപ്പിളിൻ്റെ പേര് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് കോസ്റ്റ് ഗിവിങ് അപ്പ് സംതിങ് ഇൻ ഓർഡർ ടു ഗെറ്റ് സംതിങ് എൽസ്. അതായത് നമ്മൾ എന്തെങ്കിലും കോസ്റ്റ് ഗിവിങ് അപ്പ് സംതിങ്, നമ്മൾ ഒരു ഫീസ് ഒരു കോസ്റ്റ് കൊടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്, ഒരു വേറൊരു സംതിങ് എൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് വെൻ യു ചൂസ് വൺ ഓപ്ഷൻ യു ഗിവിങ് അപ്പ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യണം, ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യാണ്, പക്ഷേ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ imagine you are limited resources, time, money, land, and you can either use them to grow wheat or machines. അതായത് നിങ്ങളെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഉള്ളത്. അത് മണി, ലാൻഡ്, ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റിസോഴ്സസ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, വീറ്റും മെഷീൻസും ഒക്കെ ഗ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കയ്യിലുള്ള റിസോഴ്സസ് നമ്മൾ കയ്യിലുള്ള റിസോഴ്സസ് കൊടുത്തിട്ട് വേറൊരു റിസോഴ്സസ് നമ്മൾ വാങ്ങുകയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഡിസൈഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലുള്ള മെഷീൻസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. So the number of machines you giving up to grow wheat is opportunity cost. അപ്പോൾ എത്ര മെഷീൻസ് ആണ് നമ്മൾ ഒരു വീറ്റ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിലിറ്റിയാണ് നോക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനെന്നുള്ളത്, ടെക്നോളജി ഏതാണ്, റിസോഴ്സസ് ഏതാണെന്നുള്ള പോസിബിലിറ്റീസ് ഓപ്ഷൻസ് നോക്കാനായിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യും. ഇഫ് വി വോണ്ട് ടു പ്രൊഡ്യൂസ് പെർട്ടിക്കുലർ കമ്മോഡിറ്റി വി ഹാവ് സാക്രിഫൈസ് ദ പ്രൊഡക്ഷൻ ഓഫ് other commodities. അപ്പോൾ ഏതെങ്കിലും പ്രത്യേകം പെർട്ടിക്കുലർ കമ്മോഡിറ്റി ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പം മറ്റേ ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഷോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഗിവൺ റിസോഴ്സസ്, ടെക്നിക് ആൻഡ് പ്രൊഡക്ഷൻ. അതായത് ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കാണിച്ചു തരും. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഗിവൺ റിസോഴ്സസ് ആൻഡ്
ടെക്നിക് ഫോർ പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഗിവൺ ആയിട്ടുള്ള റിസോഴ്സസും ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ പോസിബിലിറ്റി നമുക്ക് കാണിച്ചു തരും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് യൂസ് ചെയ്യാം, ഏതൊക്കെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ട്രാൻസ്ഫോർമേഷൻ കർവ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മളുടെ പോസിബിലിറ്റി പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. സം മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ്. ഇതിന് എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അതും കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കൺഫ്യൂഷൻ ആയിപ്പോവും. അതുകൊണ്ടാണ് എന്താണ് പോസിബിലിറ്റി കർവ്, എന്തൊക്കെയാണ് ഇതിൽ, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഒരു 20 മാർക്കിനാണ് നമ്മളോട് എന്താണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പേജിലും നമുക്ക് എന്താണ് ഈ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ളത് എഴുതി വെക്കാനുള്ള പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു പോയിൻ്റാണ് എന്താണ് ഇൻവിസിബിൾ ഹാൻഡ് എന്നുള്ളത്. ഇൻവിസിബിൾ ഹാൻഡ് ആഡം സ്മിത്താണ് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡേൺ എക്കണോമിക്സിൻ്റെ ഫാദറായിട്ടുള്ള ആഡം സ്മിത്താണ് ഇൻവിസിബിൾ ഹാൻഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിമ്പിൾ ഐഡിയ ആണ്. Given by Adam Smith, the father of modern economics. He believed that the economy can work well on its own. എക്കോണമി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലൂടെ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും വിത്തൗട്ട് മച്ച് ഗവൺമെൻറ് കൺട്രോൾ ബിക്കോസ് ഓഫ് നാച്ചുറൽ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നാച്ചുറൽ ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൊണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും ഇല്ലാതെ നല്ല രീതിയിൽ അത് തന്നെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ആഡം സ്മിത്ത് ബിലീവ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറി പേഴ്സൺ, വെദർ കൺസ്യൂമർ, പ്രൊഡ്യൂസർ, ട്രേഡർ, ആക്ട് ഇൻ ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്. അതെ, എല്ലാ ആൾക്കാരും ഇപ്പോൾ കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിലും പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിലും ട്രേഡർ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് അവർ ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് producer want to earn profit and consumers want to get good products at low prices. അതായത് പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺസ്യൂമർ അത് ഡിമാൻഡാണ്. പ്രൊഡ്യൂസർക്ക് സപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് ലോ പ്രൈസസിൽ ഗുഡ്സ് വേണം എന്നുള്ളത് ഡിമാൻഡാണ്. സോ ഡിമാൻഡ് സപ്ലൈയും ഉള്ള സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ആഡം സ്മിത്ത് പറയുന്നത്. ബിക്കോസ് ഓഫ് കോമ്പറ്റീഷൻ പ്രൊഡ്യൂസേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു മേക്ക് വാട്ട് പീപ്പിൾ റിയലി വാണ്ട് ആൻഡ് ദേ ട്രൈ ടു ഡു ഇറ്റ് അറ്റ് ലോവസ്റ്റ് കോസ്റ്റ്. അതായത് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ, അതായത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലുള്ളതിനേക്കാളും പ്രൈസ് കുറഞ്ഞിട്ട് ക്വാളിറ്റി കൂട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് പീപ്പിൾസിന് അത് ബോണ്ടാവുക, അവർക്ക് വേണ്ടി വരും. സോ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സ് ഫോഴ്സ്ഡ് ആവുകയും അങ്ങനെയുള്ള ഫോഴ്സ്ഡ് ആവുന്ന സമയത്ത് ദിസ് ഹെൽപ്സ് ടു സെൽ മോർ ആൻഡ് ഏൺ പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൺസ്യൂമേഴ്സിന് ഡിമാൻഡ് ഉണ്ടാവുകയും കുറേ സെല്ല് ചെയ്യാനും പ്രോഫിറ്റ് ഏൺ ചെയ്യാനും പറ്റും. അറ്റ് ദിസ് ടൈം ദിസ് ബിഹേവിയർ ഓൾസോ ബെനഫിറ്റ് സൊസൈറ്റി. അത് സൊസൈറ്റിനെയും ബെനഫിറ്റ് ആവും ബിക്കോസ് പീപ്പിൾ ഗുഡ്സ് അറ്റ് റൈറ്റ് പ്രൈസ്. നല്ല സാധനം നല്ല പ്രൈസിന് കിട്ടും. സോ ഗുഡ്സിന് ഷോർട്ടേജ് ഉണ്ടാകാനുള്ള ചാൻസും കുറവാണ്. So no one trying to help society directly, but by doing best for themselves, they end up helping whole economy. അപ്പോൾ സൊസൈറ്റീനെ ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയറക്റ്റ്ലി നന്നാക്കാൻ വേണ്ടിയിട്ടും ആരും ശ്രമിക്കൂല. പക്ഷേ അവരുടെ ബെസ്റ്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡൂ ചെയ്യുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടത് ആക്ട് ചെയ്യുന്നു.
സോ അത് ത്രൂ അവർക്ക് ഹെൽപ്പ്, എക്കോണമിക് ഹെൽപ്പ് ഉണ്ടാവണം, കൺസ്യൂമേഴ്സിന് ഹെൽപ്പ് ഉണ്ടാവണം, പ്രൊഡ്യൂസേഴ്സിന് ഹെൽപ്പ് ഉണ്ടാവണം. സോ അതാണ് നമ്മൾ എന്താണ് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കറക്റ്റായിട്ടൊന്നും വർക്ക് ചെയ്യേണ്ട, നാച്ചുറൽ ഫോഴ്സസ് വഴി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടന്നോളും. അതായത് കൺസ്യൂമർ, പ്രൊഡ്യൂസർ, ട്രേഡർ എല്ലാവരും ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റിൽ ആക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടന്നോളും, ഇൻവിസിബിളായിട്ട് നടന്നോളും എന്നുള്ളതാണ് പറയുന്നത്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഫോഴ്സും ഇല്ലാതെ. ദിസ് നാച്ചുറൽ ബാലൻസിങ് പ്രോസസ് ഈസ് വാട്ട് ആഡം സ്മിത്ത് കോൾഡ് ഇൻവിസിബിൾ ഹാൻഡ്. ഇറ്റ്സ് നോട്ട് സീൻ ബട്ട് ഇറ്റ്സ് ഗൈഡ് ദ എക്കോണമി ദ റൈറ്റ് ഡയറക്ഷൻ. അത് നമുക്ക് കാണാനായിട്ട് പറ്റൂല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റൂല, പക്ഷേ ഇത് നമ്മളെ ഒരു എക്കോണമീനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും എന്നുള്ളതാണ് ആഡം സ്മിത്ത് കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു ഇൻവിസിബിൾ ഹാൻഡ്. സോ ഇതോട് കൂടിയിട്ട് നമ്മൾ ചാപ്റ്റർ എൻഡ് ചെയ്യുകയാണ് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്.